ചേതനയേറ്റ മനുഷ്യരും മറ്റു ജീവജാലങ്ങളും ജീവിതത്തിൽ ചെയ്തിട്ടുള്ള ദുഷ്കർമ്മങ്ങൾക്ക് ശിക്ഷ അനുഭവിക്കാൻ മരണാനന്തരം ചെന്നെത്തുന്നതായി വിശ്വസിക്കപ്പെടുന്ന ലോകമാണ് നരകം. അവിടെ എത്തുന്ന ജീവി അഥവാ ജീവിയുടെ ആത്മാവോ ജീവനോ പാപപുണ്യങ്ങളുടെ തോതനുസരിച്ച് പലതരം ശിക്ഷകൾക്ക് വിധേയരാകും. 28 നരകങ്ങളുണ്ടെന്നാണ് ഹൈന്ദവ വിശ്വാസം. പാപങ്ങൾ ചെയ്യുന്നവരെ അതിന്റെ സ്വഭാവമനുസരിച്ച് നരകാധിപനായ കാലൻ പാപപുണ്യങ്ങളുടെ തോത് നോക്കി ശിക്ഷ വിധിച്ച് വ്യത്യസ്ത ശിക്ഷാരീതികളോടെ വെവ്വേറെ നരകങ്ങളിലേക്ക് അയക്കുന്നു. ത്രിലോകങ്ങളുടെ മധ്യത്തിൽ തെക്കുഭാഗത്തായി ഭൂമിക്ക് താഴെയും അധലലോകത്തിന് മുകളിലുമായുള്ള പിതൃലോകത്താണ് നരകമുള്ളത് എന്നാണ് വിശ്വാസം. 28 നരകങ്ങളെ പറ്റിയാണ് ഈ വീഡിയോയിൽ പറയുന്നത്. സ്വാഗതം. 1. അന്ധതാമിശ്രം. ഭർത്താവിനെ വഞ്ചിച്ച് ഭക്ഷണം കഴിക്കുന്ന ഭാര്യ, ഭാര്യയെ വഞ്ചിച്ച് ഭക്ഷണം കഴിക്കുന്ന ഭർത്താവ്. പൊതുവെ ഇത്തരക്കാരെയാണ് അന്ധതാമിശ്രം എന്ന നരകത്തിലേക്ക് അയക്കുന്നത്. അതായത് സ്വന്തം ഭർത്താവിനെ വഞ്ചിക്കുന്ന ഭാര്യയും ഭാര്യയെ വഞ്ചിക്കുന്ന ഭർത്താവുമാണ് പ്രധാനമായും ഈ നരകത്തിലേക്ക് പോകുന്നത്. 2. താമിശ്രം. അന്യരുടെ സമ്പത്ത്, ഭാര്യ, സന്താനങ്ങൾ എന്നിവ അപഹരിക്കുന്നവരെ താമിശ്രം എന്ന നരകത്തിലേക്കാണ് അയക്കുന്നത്. ഇവിടെ എത്തുന്നവരെ യമകിങ്കരന്മാർ കൊടിയ പീഡനത്തിനിരയാക്കുന്നു, നിർദാക്ഷിണ്യം മർദ്ദിക്കുന്നു. പീഡനങ്ങൾക്കൊടുവിൽ ബോധം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ബോധം വീണ്ടെടുക്കുമ്പോൾ വീണ്ടും കൊടിയ പീഡനങ്ങൾ തുടരുന്നതാണ്. ഇത്തരത്തിൽ അനുഭവിക്കേണ്ട കാലം മുഴുവൻ ഇവിടെ കൊടിയ പീഡനങ്ങൾക്ക് വിധേയരാകുന്നു. 3. രൗരവം. അന്യരുടെ വസ്തുവകകൾ തട്ടിയെടുത്ത് അനുഭവിക്കുന്നവർ, പ്രാണിദ്രോഹക്കുറ്റം എന്നിവർക്ക് വിധിക്കുന്ന നരകമാണിത്. ഇവരാൽ വഞ്ചിക്കപ്പെട്ടവരാരാണോ അവർ രുരു എന്ന ഉഗ്രസർപ്പത്തിന്റെ വേഷമണിഞ്ഞ് ഇവരെ അതിഭയങ്കരമായി പീഡിപ്പിക്കുന്നതായിരിക്കും. 4. മഹാരൗരവം. അവകാശികൾക്ക് സ്വത്ത് നൽകാതെ അവരെ വഞ്ചിച്ച് അവരുടെ സ്വത്ത് സ്വന്തമാക്കി അനുഭവിക്കുന്നവർ മഹാരൗരവത്തിലാണ് എത്തിപ്പെടുക. 5. കുംഭീപാകം. പക്ഷിമൃഗാദികളെ കൊല ചെയ്ത് ഭക്ഷണമാക്കുന്നവർ എത്തിപ്പെടുന്ന നരകമാണ് കുംഭീപാകം. യമകിങ്കരന്മാർ ഇവരെ തിളച്ച എണ്ണയിൽ മുക്കുകയും വലിയ പാത്രത്തിൽ പൊരിക്കുകയും ചെയ്തുകൊണ്ടേയിരിക്കും. 6. കാലസൂത്രം. മാതാപിതാക്കൾ, വൃദ്ധർ തുടങ്ങി ഗുരുപൂജ്യരെ നിഷേധിക്കുകയും അപമാനിക്കുകയും ചെയ്യുന്നവർക്ക് വിധിച്ചിരിക്കുന്ന നരകമാണിത്. അതിഭയങ്കരമായ ചൂടാണ് കാലസൂത്രത്തിലെ പ്രത്യേകത. 7. അസിപത്രം. ഓരോ വ്യക്തിക്കും നിയതമായ ധർമ്മമുണ്ട്. ഈ ധർമ്മം ഉപേക്ഷിച്ച് പരധർമ്മം സ്വീകരിക്കുന്ന പാപികൾക്ക് വിധിച്ചിരിക്കുന്ന നരകമാണ് അസിപത്രം. ഇവിടെ എത്തുന്ന പാപികളെ അസിപത്രത്താൽ നിർമ്മിതമായ ചമ്മട്ടി കൊണ്ട് മർദ്ദനമേൽപ്പിക്കുകയും കുത്തി മുറിവേൽപ്പിക്കുകയുമാണ് ചെയ്യുക. 8. സൂകരമുഖം. രാജാധർമ്മന്മാർക്കുള്ള ശിക്ഷയാണ് സൂകരമുഖം. ഇവിടെ എത്തുന്ന പാപികളെ കരിമ്പ് ചതയ്ക്കുന്നത് പോലെ ചതയ്ക്കും. അതാണ് സൂകരമുഖത്തിലെ ശിക്ഷാരീതി. 9. അന്ധകൂപം. സാധുക്കളെയും ബ്രാഹ്മണന്മാരെയും ഹിംസിക്കുന്നവർ അന്ധകൂപത്തിലേക്കാണ് പ്രവേശിക്കുന്നത്. പുലി, കരടി, പാമ്പ്, തേൾ തുടങ്ങിയ ജന്തുക്കളെ കൊണ്ട് നിറഞ്ഞ ഇവിടെ എത്തിച്ചേരുന്നവർ ഈ ജന്തുക്കളുടെ ക്രൂരപീഡനം കൂടി അനുഭവിക്കേണ്ടി വരും. 10. കൃമിഭോജനവും സംദംശനവും. ദേവപൂജ, അതിഥിപൂജ ഇവ അനുഷ്ഠിക്കാതെ ഭക്ഷണം കഴിക്കുന്നവർക്ക് വിധിച്ചിരിക്കുന്ന നരകമാണ് കൃമിഭോജനവും സംദംശനവും. ഇവിടേക്കെത്തുന്ന പാപികളെ കൃമികൾ ഭക്ഷണമാക്കുന്നു. അവരുടെ ശരീരം പൂർണ്ണമായി കൃമിക്ക് ആഹാരമായി കഴിഞ്ഞാൽ വീണ്ടും ശരീരം പൂർവ്വസ്ഥിതിയിലാകുന്നു. അങ്ങനെ പൂർവ്വസ്ഥിതിയിലായ ശരീരത്തെ വീണ്ടും ഈ കൃമികൾ ആഹാരമാക്കുന്നു. ഈ പ്രക്രിയ ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. 11. തപ്തമൂർത്തി. അന്യരുടെ സ്വത്തും ധനവും അപഹരിക്കുന്ന പാപികൾ ഇവിടെ എത്തിച്ചേരുന്നു. ഇരുമ്പ് കൊണ്ട് നിർമ്മിക്കപ്പെട്ടതും സദാ ചുട്ടുപഴുത്ത് കിടക്കുന്നതുമായ നരകമാണ് തപ്തമൂർത്തി. 12. ഷാൽമലി. തനിക്ക് യോഗ്യയല്ലാത്ത സ്ത്രീയെയോ പുരുഷനെയോ പ്രാപിക്കുന്ന മനുഷ്യർക്ക് നിശ്ചയിച്ചിരിക്കുന്ന നരകമാണ് ഷാൽമലി. യമകിങ്കരന്മാർ മനുഷ്യരൂപമുണ്ടാക്കി അതിനെ അഗ്നി പോലെ ചൂടാക്കി വച്ചിരിക്കും. ഈ രൂപത്തെ പാപിക്ക് ആലിംഗനം ചെയ്യേണ്ടതായി വരും. അതാണ് ഷാൽമലിയുടെ ശിക്ഷാരീതി. 13. വജ്രകണ്ടകശാലി. പശുക്കളെ പോലെയുള്ള പുണ്യമൃഗങ്ങളെ ദ്രോഹിക്കുന്നവർ എത്തിച്ചേരുന്ന നരകമാണ് വജ്രകണ്ടകശാലി. വജ്രകണ്ടകങ്ങൾ നിറച്ച ഇരുമ്പ് പ്രതിമയിൽ ഇവർ ആലിംഗനം ചെയ്യണം എന്നതാണ് വജ്രകണ്ടകശാലിയിലെ ശിക്ഷാരീതി. 14. വൈതരണി. ജാരപുരുഷന്മാർക്കും ശാസ്ത്രവിധികൾ അനുഷ്ഠിക്കാത്ത രാജാക്കന്മാർക്കും വിധിച്ചിരിക്കുന്ന നരകമാണ് വൈതരണി. രക്തം, മലം, മൂത്രം, ചലം, എല്ല്, നഖം തുടങ്ങി ക്രൂരമൃഗങ്ങളും നിറഞ്ഞിരിക്കുന്ന വൈതരണി ഒരു നദിയാണെന്നാണ് സങ്കല്പം. ശിക്ഷയുടെ കാലാവധി അവസാനിക്കും വരെ പാപികൾ ഈ നദിയുടെ മലമൂത്രാദികൾ ഭക്ഷിച്ച് കഴിയേണ്ടതായി വരും. 15. പൂയോദകം. മലം, മൂത്രം, രക്തം, ചലം തുടങ്ങിയവ നിറച്ച കിണറാണ് പൂയോദകം. ആചാരം, ശാസ്ത്രം ഇവ വെടിഞ്ഞ് ഹീനജാതിക്കാരിയായ സ്ത്രീകളെ പ്രാപിക്കുന്ന ബ്രാഹ്മണൻ, ഉത്തരവാദിത്വമില്ലാതെ നടക്കുന്നവർ ഇവർക്കായി പൂയമോദകം നീക്കിവച്ചിരിക്കുന്നതായി
പറയുന്നു. 16. പ്രാണരോധം. ഹീനജന്തുക്കളെ വളർത്തുന്നവർക്കും പ്രാണികളെ വധിക്കുന്നവർക്കും പ്രാണരോധമാണ് വിധിക്കപ്പെട്ടിരിക്കുന്നത്. ഇവിടെ എത്തുന്നവരുടെ അംഗച്ഛേദം നടത്തി സദാ അവരെ പീഡനത്തിന് വിധേയരാക്കും. 17. വിശസനം. ഗോക്കളെ കൊന്ന് യാഗം നടത്തിയവർക്കുള്ള ശിക്ഷ ഇവിടെയാണ്. ചമ്മട്ടി കൊണ്ടുള്ള നിരന്തരമായ അടിയാണ് വിശസനത്തിൻ്റെ പ്രത്യേകത. 18. ലാലാഭക്ഷം. കാമലോലുപർക്ക് യമൻ വിധിച്ചിരിക്കുന്ന നരകമാണ് ലാലാഭക്ഷം. ലാലാഭക്ഷം ഒരു ശുഖകുണ്ഠമാണ്. ഇവിടെ എത്തുന്ന പാപികൾ തുടർക്കാലം ശുക്ലം ഭക്ഷിച്ച് കഴിച്ചുകൂട്ടേണ്ടതായി വരും. 19. സാരമേയാശനം. ഗ്രഹം തീവച്ച് നശിപ്പിക്കുക, വിഷം കൊടുക്കുക, കൂട്ടക്കൊലപാതകം നടത്തുക തുടങ്ങിയ മഹാ അപരാധങ്ങൾ ചെയ്യുന്ന പാപികൾക്കുള്ള ശിക്ഷയാണ് സാരമേയാശനം. ഇവിടെ 700ഓളം നായ്ക്കൾ അധിവസിക്കുന്നു. ഇവിടെ എത്തുന്ന പാപികളെ ഇവറ്റകൾ കടിച്ചു കീറുന്നു. 20. അവീജി. കള്ളസാക്ഷി പറയുക, കള്ളപ്പേര് സ്വീകരിക്കുക, കള്ളസത്യം ചെയ്യുക തുടങ്ങിയവർക്കുള്ള ശിക്ഷകൾ അവീജിയിൽ നടപ്പാക്കുന്നു. തിരയടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമുദ്രം പോലെ ഇളകിമറിയുന്ന അവീജിയിലേക്ക് 100 യോജന ഉയരമുള്ള മലയിൽ നിന്ന് പാപികളെ തള്ളിയിടുന്നു. തകർന്ന് തരിപ്പണമാകുന്ന ശരീരത്തിന് വീണ്ടും ജീവൻ വയ്ക്കുകയും വീണ്ടും ഈ ശിക്ഷാരീതി ആവർത്തിക്കുകയും ചെയ്യുന്നു. 21. അയപാനം. ബ്രാഹ്മണർ, ക്ഷത്രിയർ, വൈശ്യർ തുടങ്ങിയവർ മദ്യപാനം ചെയ്താൽ അവരെ അയപാന നരകത്തിലേക്ക് അയക്കുന്നു. ഇരുമ്പുരുക്കി ദ്രാവകമാക്കി ഇവരെ നിരന്തരം കുടിപ്പിക്കുകയാണ് അയപാനത്തിൽ ചെയ്യുന്നത്. 22. ക്ഷാരകർദ്ദുമം. ആത്മപ്രശംസ നടത്തുന്നവർക്കും ഉന്നത സ്ഥാനീയരെ പരിഹസിക്കുന്നവരും ക്ഷാരകർമ്മത്തിലേക്ക് എത്തിപ്പെടുന്നു. തലകീഴായി കെട്ടിത്തൂക്കി ക്രൂരമായി ഇവരെ ഇവിടെ ശിക്ഷിക്കുന്നു. 23. രക്ഷോഭക്ഷം. മാംസം ഭക്ഷിക്കുന്നവരെ ശിക്ഷ നടത്തുന്ന നരകമാണ് രക്ഷോഭക്ഷം. ഇത്തരത്തിലുള്ള പാപികളെ ഇവർ മുൻപ് കൊല ചെയ്ത ജന്തുക്കൾ സംഘമായി വന്ന് ആക്രമിക്കുന്നു. 24. ശൂലപ്രോതം. ചതിപ്രയോഗത്താൽ സാധുക്കളെ ഉപദ്രവിക്കുന്നവർക്ക് ശിക്ഷ നൽകുന്ന നരകമാണ് ശൂലപ്രോതം. പാപികളെ ശൂലപ്രോതത്തിലേക്ക് തള്ളിയിടുന്നു. അനേകം ശൂലങ്ങൾ കുത്തിനിർത്തിയിരിക്കുന്ന സ്ഥലമാണ് ശൂലപ്രോതം. പാപികളെ ശൂലത്തിൽ കോർത്തിടുകയാണ് ഇവിടെ ചെയ്യുന്നത്. 25. ദന്തശൂകം. ജന്തുക്കളെ ഉപദ്രവിക്കുന്ന പാപികളെ ദന്തശൂകത്തിലേക്ക് അയക്കുന്നു. ക്രൂരമൃഗങ്ങളും ദന്തശൂകത്തിൽ പാപികളെ ക്രൂരമൃഗങ്ങൾ ഭക്ഷണമാക്കുന്നു. 26. വടാരോധം. ജന്തുദ്രോഹം നിത്യചര്യയായി എത്തിയിരിക്കുന്നവർ വടാരോധത്തിലെത്തുന്നു. വനം, മല, ഗുഹ എന്നിവയുള്ള ഇവിടെ എത്തുന്ന പാപികൾ അവർ ഉപദ്രവിച്ച ജന്തുക്കൾ എങ്ങനെയാണോ ആ ജന്തുക്കളെ ഉപദ്രവിച്ചത് അതേ രീതിയിൽ തിരിച്ചുപദ്രവിക്കുന്നു. 27. പര്യാവർത്തന നൂകം. ഭക്ഷണ നേരത്തെത്തുന്ന അതിഥിയെ കണ്ട് അസഭ്യവർഷം നടത്തുന്ന പാപികൾക്ക് നൽകുന്ന നരകമാണ് പര്യാവർത്തന നൂകം. ഇവിടെ എത്തുന്ന പാപികളുടെ കണ്ണുകൾ ഭീമാകാരമായ പക്ഷികൾ കൊത്തിപ്പറിക്കുന്നു. 28. സൂചിമുഖം. പിശുക്കന്മാർക്ക് വിധിക്കുന്ന നരകമാണ് സൂചിമുഖം. ഇവിടെ എത്തുന്ന പാപികളുടെ ശരീരത്തിൽ നിരന്തരം സൂചി കുത്തിത്തറപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.